ആ സ്വഹാബത്ത് പഠിപ്പിച്ച ആശയം മാറ്റിയതിന് ഒരൊറ്റ ഉദാഹരണം നിങ്ങളെ ഞാൻ വാൾപ്പിച്ചു കേൾപ്പിക്കാം. ഇത് ജുമുഅ ഖുതുബ എന്ന ഒരു പുസ്തകമാണ്. ഇത് എഴുതിയിരിക്കുന്നത് മർഹൂം KM മൗലവിയാണ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഇതിന്റെ 23-ാമത്തെ പേജിൽ പറയുന്നു, എങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്വഹാബികൾ, താബിയുകൾ, താബിയുത്താബിയുകൾ എന്നീ സൽവൃത്തരായ മുൻഗാമികൾ അനറബി നാടുകളിൽ മതപരമായ പ്രസംഗങ്ങൾ നിർവഹിക്കുമ്പോൾ റുക്നുകൾ അറബിയിൽ പറഞ്ഞ് വിവർത്തനം ചെയ്യുകയും തുടർന്നുള്ള ഭാഗങ്ങൾ നാട്ടുകാരുടെ ഭാഷയിൽ പറയുകയും ചെയ്തിരുന്നുവെന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നാം കണ്ടിട്ടില്ല. എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പൂർവീകരായ സൽവൃത്തരും മതപരമായ പ്രസംഗങ്ങൾ റുക്നുകളും തുടർന്നുള്ള ഭാഗങ്ങളും മുഴുവൻ അറബിയിലായിരുന്നു ചെയ്തിരുന്നത് എന്നും നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ലോകത്ത് 1300 കൊല്ലം വരെ ലോകത്ത് ഖുതുബ, ജുമുഅ ഖുതുബയും മറ്റു ഖുതുബകളും നിർവഹിക്കുന്ന സമയത്ത് അനറബി ഭാഷകളിൽ അത് നിർവഹിക്കുന്നതായി ഒരു കിതാബിലും ഞാനത് കണ്ടിട്ടില്ല എന്നാണ് മുജാഹിദ് തന്നെ അവരുടെ നേതാവായി, കേരളത്തിലെ നേതാവായി പരിചയപ്പെടുത്തുകയും നേതാവാവുകയും ചെയ്തിരുന്ന KM മൗലവി സാഹിബ് പറയുന്നു. എന്നാൽ എന്നാണ് ഈ പരിഭാഷ തുടങ്ങിയത്? ഉമർ മൗലവി പറയുന്നുണ്ട്, ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. ഇതിൽ പറയുന്നുണ്ട് എന്നാണ് കേരളത്തിൽ ജുമുഅ ഖുതുബ പരിഭാഷപ്പെടുത്തൽ ആരംഭിച്ചത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. അത് കൊച്ചിയിലെ മട്ടാഞ്ചേരി എന്ന ഒരു പള്ളിയിലാണ്. അതിൽ വിശദീകരിക്കുന്നുണ്ട്. പുതിയ പള്ളി എന്നാണ് ആ പള്ളിക്ക് പറയുന്നത്, പുത്തൻ പള്ളി. പുത്തൻ പള്ളി എന്നതിന് പേര് വരാൻ കാരണം 2 കാരണങ്ങളുണ്ട് എന്ന് അയാൾ പറയുന്നത്. ഞാൻ കുറച്ച് വായിക്കാം. പുതിയ പള്ളി എന്ന് ഖ്യാതി നേടിയ ഈ പേര് നിർമ്മാതാവോ അദ്ദേഹത്തിന്റെ കുടുംബമോ നൽകിയതല്ല, നാട്ടുകാർ കൊടുത്തതാണ്. ഇതിന്റെ പിന്നിൽ 2 അഭ്യൂഹങ്ങളുണ്ട്. ഒന്ന്, പള്ളി തൊട്ടുള്ളപ്പോൾ പുതുതായി ഉണ്ടായ പള്ളി എന്ന നിലയിൽ ആദ്യത്തേതിന് പഴയ പള്ളി എന്നും രണ്ടാമത്തേതിന് പുതിയ പള്ളി എന്നും വിളിച്ചു പോന്നു. ഇതാണ് ഒരു വർത്തമാനം. മറ്റൊന്ന് ഇങ്ങനെയാണ്, പുതിയ മതക്കാരുടെ പള്ളി എന്ന നിലയിൽ പുതിയ പള്ളി എന്ന് ജനങ്ങൾ പേരിട്ടപ്പോൾ പഴയ മതക്കാരുടേത് പഴയ പള്ളി എന്നും പറയപ്പെട്ടു. അക്കാലത്ത് വഹാബികൾ എന്ന് പേരു, വഹാബികൾ എന്ന് പേരുകാർ പുതിയ മതക്കാരാണല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, രണ്ടാമത്തെ അവ്യൂഹത്തിനും ചില അടിസ്ഥാനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നു, പള്ളി പണിത ശേഷം ജുമുഅ തുടങ്ങി. ഹൈദരാബാദുകാരൻ മൗലവി ഉറുദുവിൽ ഖുതുബ നടത്തി. ഉറുദുവില് ആദ്യ ഖുതുബ ലോകതലത്തിൽ ആദ്യ അനറബി ഖുതുബ നടന്നത് ഈ പള്ളിയിലാണ്. തുർക്കിയിൽ നടന്നു എന്ന് പറയുന്നത് 1329-ലാണ്. ഇത് 1320-കളിലാണ്. ആദ്യം നടന്ന ഉറുദുവിലാണ്. ശ്രോതാക്കൾ അധികവും ഉറുദു അറിയുന്ന കച്ചിന്മേൽക്കാരും ആലികളും ആയിരുന്നു. അവർ തന്നെ അബ്ദുള്ള ഹാജി ആദം സേട്ടുവിന്റെ സ്വാധീനത്താൽ എത്തുന്നവരും. കാരണം ഈ പള്ളിക്ക് ആരും കയറില്ല, കാരണം പുതിയ പള്ളിയാണ്. പുതിയ മതക്കാരുടെ പള്ളി അതിന് പറയുന്നത് ഓല് തന്നെ പറയുന്നു, പുതിയ മതമാണ്. കാരണം സഹാബത്ത് പഠിപ്പിച്ച ഖുതുബ അറബിയിലോതാണ്, അത് ഉറുദുലാക്കി ഈ കുറെ കഴിഞ്ഞപ്പോ മലയാളത്തിലാക്കിയതിനു ശേഷം അതിൽ പറയുന്നു. അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കും, വേണ്ട സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കും. എന്നിട്ടാണ് ഈ എത്തുന്ന ആളുകൾ തന്നെ 50-ൽ താഴെയുള്ള ആളുകളാണ് ഇവിടെ വന്നിരുന്നത് എന്ന് ശേഷം പറയുന്നുണ്ട്. ഞാൻ മുഴുവൻ പറയുന്നില്ല. എന്നിട്ട് പിന്നീട് പറയുന്നു, കൊച്ചിയിൽ വന്നാൽ പുതിയ പള്ളിയുമായിട്ടാണ് എനിക്ക് ബന്ധം. കുറെ കാലത്തെ ഉറുദു ഖുതുബക്ക് ശേഷം പിന്നീട് അത് മലയാളത്തിലായി. അങ്ങനെയാണ് ലോകത്ത് ആദ്യമായി അനറബി ഭാഷയിലുള്ള ഖുതുബ നടക്കുന്നത്. സ്വഹാബത്ത് പഠിപ്പിച്ചത്, താബിയുകൾ പഠിപ്പിച്ചത്, അയിമ്മത്തുൽ മദാഹിബ് പഠിപ്പിച്ചത് 1320 അല്ലെങ്കിൽ 18 വരെയുള്ള ലോക മുസ്ലിങ്ങൾ ചെയ്തു വന്നത് അറബി ഭാഷയിലുള്ള ഖുതുബയാണ്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ,